യഥാർത്ഥത്തിൽ കേശവൻ പൊറ്റി സാറിൻ്റെ ഒരു ക്യാരക്ടർ അദ്ദേഹം ഒരിക്കലും മുന്നിൽ വരാതെ പിന്നിൽ നിന്ന് എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഒരു ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിലേക്ക് ഒരിക്കലും അദ്ദേഹം വരാത്ത ഒരാളാണ്. പൊറ്റി സാറിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. പൊറ്റി സാർ KPSCയുടെ ഒരു കാലത്ത് KPSCയുടെ സെക്രട്ടറി ആയിരുന്നു കുറച്ച് കാലം. അത് കഴിഞ്ഞ് പൊറ്റി സാർ എങ്ങനെയെങ്കിലും അത് ഒഴിവാകും. അത് പൊറ്റി സാറിൻ്റെ ഒരു കുരിശായിരുന്നു അത്. KPSC തുടക്കം മുതൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന നാടകം KPSCയിലേക്ക് ലഭ്യമാകുന്ന ഘട്ടം മുതൽ കേശവൻ പൊറ്റി സാറിൻ്റെ സാന്നിധ്യം KPSCയിൽ ഉടനീളമുണ്ടായിരുന്നു. KPSC അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസ്കൃത പണ്ഡിതൻ മാത്രമല്ല മഹോപാധ്യായ പാസ്സായ അന്നത്തെ MA സംസ്കൃതം പാസ്സായ ആളാണ്. വൈനുകുറുപ്പ് സാർ പോലും തൻ്റെ ഗുരുവായി കാണുന്ന ഒരാൾ കേശവൻ പൊറ്റി സാറാണ്. പക്ഷേ കേശവൻ പൊറ്റി സാർ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും ഇതിൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്താം, ഞാനൊരു പാട്ട് എഴുതാം, ഞാനൊരു നാട്, അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കേശവൻ പൊറ്റി സാറിനെ നിർബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ചെയ്തത്. മൃച്ഛകടി വന്ന സംസ്കൃത നാടകം തോപ്പിൽ ഫാസി പരിഭാഷപ്പെടുത്തി ചെയ്തപ്പോൾ അത് ശൂദ്രകൻ്റെ വളരെ പ്രശസ്തമായ സംസ്കൃത നാടകമാണ്. ആ നാടകം പരിഭാഷപ്പെടുത്തിയിട്ട് അത് നാടകീയ രൂപമാക്കിയിട്ട് അത് കേശവൻ പൊറ്റി സാറിനെയാണ് കാണിക്കുന്നത്. തോപ്പിൽ ഫാസി പോലും ഗുരുവിനെ പോലെയാണ് പൊറ്റി സാറിനെ കണ്ടിരുന്നത്. പൊറ്റി സാറാണ് അത് നോക്കി അത്യാവശ്യം തിരുത്തലുകളൊക്കെ വരുത്തി ആ നാടകത്തിലേക്ക് വേണ്ടി പാട്ടെഴുതണം എന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെയാണ് കേശവൻ പൊറ്റി സാറിനെ കൊണ്ട് പാട്ടെഴുതിക്കുന്നത്. ഈ KPSCയുടെ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ആശ്രയിക്കാവുന്ന ഒരു വലിയ ബാക്ക് ബോണായിരുന്നു യഥാർത്ഥത്തിൽ കേശവൻ പൊറ്റി സാർ. കേശവൻ പൊറ്റി സാറ് ഇതിൽ ഏറ്റവും ഞാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ, ഇപ്പം ഈ KPSCയുമായി മലയാളത്തിൽ പിൽക്കാലത്ത് മലയാള നാടകവേദിയിലെ ഒരു വലിയ പ്രതിഭ എന്ന് നമ്മൾ കരുതുന്ന NN പിള്ളയെ കൊണ്ടുവരുന്നത് കേശവൻ പൊറ്റി സാറാണ്. NN പിള്ള KPSCയിലേക്ക് വരുന്നതിനൊക്കെ മുൻപ് NN പിള്ള ആദ്യം NN പിള്ള അല്ല, NN പിള്ള ഒരു നാടകകാരനൊന്നും ആയിരുന്നു. അദ്ദേഹം INAയുടെ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് കോട്ടയത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോയപ്പോഴാണ് കുമരകം ശങ്കുണ്ണി മേനോൻ പറഞ്ഞു, എന്നെ കോട്ടയത്ത് അഭിനയിക്കാനൊക്കെ അത്യാവശ്യം അറിയുന്ന ഒരു സ്ത്രീയുണ്ട്, അവരുടെ ഭർത്താവ് ഇങ്ങനെ INA സേനാനിയാണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെയാണ് കേശവൻ പൊറ്റി സാറാണ് അതിനും മുൻകൈ എടുക്കുന്നത്. അങ്ങനെ അവിടെ പോയി ഈ NN പിള്ള, അദ്ദേഹം NN പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടത് നാരായണപിള്ള എന്ന പേരിൽ അറിയപ്പെട്ട INAയുടെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. ഇതെൻ്റെ വീട്ടിൽ പോയി ദീർഘനേരം സംസാരിച്ചു. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ നാടകത്തിൽ അഭിനയിപ്പിക്കണം എന്ന കാര്യം അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ്. അതിൽ കേശവൻ പൊറ്റി സാറ് വിളിച്ചു, വേറൊന്നും വേണ്ട, കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും അയക്കാൻ പറഞ്ഞു. അങ്ങനെ കല്യാണി കുട്ടിയമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ KPSCയിലേക്ക് നാടകത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെയാണ് NN പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് നാടകവുമായൊരു ബന്ധമുണ്ടാകുന്നതാണ്. അദ്ദേഹം അന്ന് നാടക സംഘം രൂപീകരിച്ചിട്ടില്ല, അദ്ദേഹം നാടകം എഴുതിയിട്ടില്ല, നാടകമായിട്ടൊരു ബന്ധമില്ലാതിരിക്കാം. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം, അതേ കേശവൻ പൊറ്റി സാറ് പിൽക്കാലത്ത് അദ്ദേഹത്തെ വീണ്ടും KPSCയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഘട്ടത്തിൽ KPSC തോപ്പിൽ ഫാസി സിനിമയിലേക്ക് അങ്ങ് പോവുകയും അദ്ദേഹം മദ്രാസിലേക്ക് താമസം മാറുകയും ചെയ്തപ്പോൾ KPSC ഒരു വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടത്തിലെത്തി. അത്തരമൊരു ഘട്ടത്തിലാണ് കേശവൻ പൊറ്റി സാർ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എപ്പോഴൊക്കെയാണോ KPSC വിഷമിക്കുന്നത് ആ ഘട്ടത്തിൽ കേശവൻ പൊറ്റി സാർ അവിടെ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം പറഞ്ഞു, നമുക്ക് NN പിള്ളയെ കൊണ്ട് നാടകം. അങ്ങനെ NN പിള്ളയുടെ മന്നുന്തരം എന്ന നാടകം KPSC അവതരിപ്പിക്കുകയാണ്. മന്നുന്തരം എന്ന നാടകം KPSCയിലെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ആ നാടകത്തിലൂടെയാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന നടൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറുന്നത്. പ്രേംജിയുടെ മകൻ പ്രേമേന്ദ്രൻ ലഭിക്കുന്നത് അങ്ങനെയാണ്. ആ നാടകത്തിലൂടെയാണ് ഇന്നിപ്പോൾ നമ്മൾ നാടകരംഗത്തെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി നിൽക്കുന്ന ഒരാളാണ് സുജാതൻ. സുജാതൻ്റെ അച്ഛനാണ് നേരത്തെ KPSCയിൽ രംഗപണമൊക്കെ തയ്യാറാക്കുന്നത് കേശവൻ മാഷാണ്, ആർട്ടിസ്റ്റ് കേശവൻ. സ്വതന്ത്രമായിട്ട് ഒരു നാടകത്തിന് വേണ്ടി രംഗപണം തയ്യാറാക്കുന്നത് സുജാതൻ തയ്യാറാക്കുന്നത് ഈ മന്നുന്തരത്തിലാണ്. മന്നുന്തരം എന്ന നാടകത്തിൻ്റെ പ്രത്യേകത, നാടകം അജന്ത ഗുഹയിലാണ് നാടകം നടക്കുന്നത്. അജന്ത ഗുഹയാണ് ആദ്യം നാടകം തുടങ്ങുന്നത്. അങ്ങനെയാണ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാർ അങ്ങനെ തന്നെ അതേ പേരുകൾ തന്നെ നാടകത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജിലേക്ക് വരുന്നത്. ആദ്യം വരുന്നത് കൃഷ്ണപിള്ള, തോപ്പിൽ കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ള നാടക ട്രൂപ്പിൻ്റെ കൺവീനറാണ്. പുള്ളി സഞ്ജീവൊക്കെ ആയിട്ടാണ് വരുന്നത്, കാശ് വയ്ക്കുന്ന വായുവൊക്കെ ആയിട്ട് വന്ന് പുള്ളി വന്ന് കയറുന്നു. ബാക്കി ഓരോരോ നടന്മാർ കയറി വരുന്നു. ഇവർ സംസാരിച്ചിരിക്കുന്നു, നാടകം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഗുഹയുടെ മുന്നിലാണ്. ഇവർ അജന്ത ഗുഹ കാണാൻ വരികയാണ്. നാടകം തുടങ്ങി മന്നുന്തരം നാടകത്തിൻ്റെ പ്രത്യേകതയാണ്. അജന്ത കാണാൻ നാടക സംഘം വരുന്നു, KPSC നാടക സംഘം വരുന്നു. നാടകം കണ്ടുപോയി അകത്തേക്ക് കയറി ഗുഹയിലേക്ക് കയറി കഴിയുമ്പോഴാണ് അവിടെ നിന്ന് 500 വർഷത്തിനപ്പുറം ജീവിച്ചിരുന്ന ഒരു വലിയ വളരെ പ്രായമുള്ള ഒരു കാരണവർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അയാളിലൂടെയാണ് പിന്നെ കഥ പോകുന്നത്. അങ്ങനെ ഈ നാടകത്തിലുടനീളം ആദ്യം വരുന്ന ഒരു ചെറുപ്പക്കാരനായ
ഈ പ്രേമേന്ദ്രൻ അകത്തേക്ക് പോയി പിന്നീട് വരുന്നത് ഈ ഇത്രയും പ്രായമുള്ള 100-ലധികം അല്ലെങ്കിൽ 100, 200, 300, 500 വർഷം എന്നാണ് പറയുന്നത്. അത്രയും പ്രായമുള്ള ഒരു വൃദ്ധനായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഈ നാടകത്തിലുടനീളം അങ്ങനെ വളഞ്ഞ് പടുവൃദ്ധനായി ശരീരഭാഷ ക്രമീകരിച്ച ഒരു നടനാണ് ഈ പ്രേമേന്ദ്രൻ. മന്നന്തരം എന്ന നാടകം എന്നിമ്പിള്ള വഴി വരുന്നു. മൃച്ഛകടിയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൃച്ഛകടിയത്തിൽ കേശവൻ സാറിൻ്റെ പാട്ട്, ഒറ്റപ്പാട്ടേ ഉള്ളൂ, അതായത് കേശവൻ സാറാണ് ആ പാട്ട് എഴുതുന്നത്. പിന്നീട് പല നാടകങ്ങൾക്കും കേശവൻ സാറിൻ്റെ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 2-3 നാടകങ്ങൾ കഴിഞ്ഞപ്പോഴും കേശവൻ സാറെ വീണ്ടും പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. സാറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്തരത്തിൽ KPSCയുടെ വളർച്ചയിൽ വലിയ സഹായം ചെയ്ത ആളാണ് കേശവൻ സാറ്. കായംകുളത്ത് KPSC എത്താൻ കാരണവും കേശവൻ സാറാണ്. തോപ്പിൽ ഭാസിയുണ്ട്, നിശ്ചയമായിട്ടും വള്ളികുന്നത്ത് തോപ്പിൽ ഭാസി എന്നതുകൊണ്ടാണ് കായംകുളത്തേക്ക് വന്നത്. എങ്കിലും കായംകുളത്ത് സ്വന്തമായൊരു സ്ഥലം വേണം, വാടകയ്ക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതെല്ലാം കേശവൻ സാറാണ് കണ്ടുപിടിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഘട്ടത്തിൽ ഇപ്പോൾ കായംകുളത്തെ KPSC നിൽക്കുന്ന സ്ഥലം ആദ്യം വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അത് വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിച്ചുള്ള അവിടുത്തെ ഒരു ചെറിയ വീടിനകത്ത് ഒരാൾ വാടകക്കാരനുണ്ട്. ഈ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ വാടകക്കാരൻ എന്ന് പറയുന്നത് മലയാള നാടകവേദിക്ക് വലിയ സംഭാവന നൽകിയ ഒരാളാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നാടകം, പഴയ തലമുറ കണ്ട നാടകം കരുണയാണ്. കുമാരനാശാൻ്റെ കരുണ നാടകമാക്കിയ സ്വാമി ബ്രഹ്മവൃതൻ ഈ KPSCയുടെ ഇന്നിപ്പം നമ്മൾ കാണുന്ന ആസ്ഥാന മന്ദിരത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ചെറിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. ബ്രഹ്മവൃതനെ അവിടുന്ന് മാറ്റിയാൽ മാത്രമേ ഇത് പൂർണ്ണമായും KPSCയുടെ കയ്യിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഇത് എവിടെ മാറ്റും, എങ്ങനെ മാറ്റും? അങ്ങനെയാണ് കേശവൻ സാറിൻ്റെ പരിഹാരം കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ബ്രഹ്മവൃതൻ്റെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അവിടേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വീടുണ്ടാക്കിയ ശ്രമദാനത്തിലൂടെയാണ്. യഥാർത്ഥത്തിൽ KPSC കേശവൻ സാർ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് മനുഷ്യ സഹജമായി നിർവചിക്കാനാവാത്ത ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. എല്ലാവരുടെയും അധ്വാനത്തിലൂടെ എല്ലാവരും പോയി കട്ട കെട്ടി തട്ടടിച്ച് വീടുണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, ഒരു ചെറിയ വീടുണ്ടാക്കി അതിലേക്ക് ഇദ്ദേഹത്തെ സന്തോഷത്തോടെ താമസം മാറ്റിയിട്ടാണ് അത് KPSCയുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ KPSCക്ക് സ്വന്തമായി ആസ്ഥാനം ഉണ്ടാക്കുന്നതിൽ, KPSCയെ കായംകുളത്തേക്ക് എത്തിക്കുന്നതിൽ, KPSCക്ക് ആദ്യം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകം കണ്ടെത്തുന്നതിൽ, KPSCയുടെ നടീനടന്മാരെ കണ്ടെത്തുന്നതിലൊക്കെ കേശവൻ സാറിൻ്റെ സാന്നിധ്യമുണ്ട്. കേശവൻ സാറ് KPSCയുടെ രക്ഷകനാണ് പറയേണ്ടി വരും.